നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കാലിലുണ്ടാവുന്ന ഉണങ്ങാത്ത വ്രണങ്ങളെ പറ്റിയാണ്. ഉണങ്ങാത്ത വ്രണങ്ങൾക്കുള്ള കാരണങ്ങളും ആയുർവേദത്തിലുള്ള ചികിത്സയും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. പലപ്പോഴും ഒ പി ഡിയിലേക്ക് രോഗികൾ വരുമ്പോൾ കാലിൽ ഉണങ്ങാത്ത വ്രണങ്ങളുമായിട്ട് രോഗികൾ പ്രത്യേകിച്ചും വരുന്ന ഒരു 3rd സ്റ്റേജിലോ 4th സ്റ്റേജിലോ എത്തിയ രോഗികളാണ് കൂടുതലായിട്ടും ഒ പി ഡിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാലിലുണ്ടാകുന്ന വ്രണങ്ങൾ 4 സ്റ്റേജുണ്ട്. ഇപ്പോൾ കാലിലുണ്ടാകുന്ന വ്രണങ്ങൾ എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് വ്രണങ്ങളായിട്ട് നമ്മൾ കരുതുന്നത്, ഉണങ്ങാത്ത വ്രണങ്ങളായിട്ട് കരുതുന്നത്. അപ്പോൾ അത് സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇങ്ങനെ 4 സ്റ്റേജിലുണ്ട്. പലപ്പോഴും എല്ലും ലിഗമെൻറ്റും ഒക്കെ തെളിഞ്ഞ് കാണുന്ന ഒരവസ്ഥ രീതിയിൽ വ്രണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും രോഗികൾ ഒ പി ഡിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എന്ത് കാരണത്താലാവാം കാലിലിങ്ങനെ ഈ വ്രണങ്ങൾ ഉണ്ടായിട്ട് ഉണങ്ങാതിരിക്കുന്നത് എന്നുള്ളതും അതിനുള്ള ആയുർവേദ ചികിത്സയൊക്കെയാണ്. പ്രധാനമായിട്ടും കാലിലുണ്ടാകുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾക്ക് കാരണം രക്തചംക്രമണ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് നമുക്കറിയാം, ശുദ്ധരക്തം വഹിക്കുന്ന ആർട്ടറികളുണ്ട്, അശുദ്ധ രക്തത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന വെയിനുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ഉണ്ടാകുന്ന തകരാറുകൾ. ഇപ്പം ശുദ്ധരക്തം വഹിക്കുന്ന ആർട്ടറികളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ ആർട്ടറിയിൽ നിന്ന് ശുദ്ധരക്തം കാലിലേക്ക് കൃത്യമായി എത്താതിരിക്കുക. അപ്പോൾ അതിന് ഒരു പ്രധാന കാരണം ഈ ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ്. പെരിഫറൽ ആർട്ടറി ഡിസീസ് പോലുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ ഈ ആർട്ടറിയിൽ ഉണ്ടാകുന്ന മറ്റ് ത്രോംബസ് ഫോർമേഷൻസ്, മറ്റ് കാരണങ്ങളുണ്ടാകുന്ന ഫോർമേഷൻസ്, അതൊക്കെ ഈ പറഞ്ഞ ബ്ലോക്കുകൾക്ക് പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മൾ ഹൃദയത്തെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഹാർട്ടിലുണ്ടാകുന്ന കൊറോണറി ആർട്ടറിലുണ്ടാകുന്ന ബ്ലോക്കുകളൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അന്നേരം അവിടെ ഉപയോഗിക്കേണ്ട ഔഷധ രീതികളെയൊക്കെ പറ്റി വിശദമായിട്ട് നമ്മൾ ഹൃദ്രോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഔഷധ പ്രയോഗ രീതികളൊക്കെ തന്നെയാണ് ഇത്തരം ബ്ലോക്ക് മാറ്റാനും ഒക്കെ നമ്മൾ കാലിലുണ്ടാകുന്ന ബ്ലോക്കുകൾ മാറ്റാനും ഉപയോഗിക്കുന്നത്. പിന്നീട് ഉള്ള ഒരു കാരണമാണ് വെയിനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം, ഈ അശുദ്ധ രക്തം തിരിച്ച് പോകാതെ കാലിലേക്ക് തിരിച്ച് പൂള് ചെയ്ത് തിരിച്ച് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അശുദ്ധ രക്തത്തിലുള്ള അഴുക്കുകളെല്ലാം അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ആർട്ടറിയിലെയും ഈ പറഞ്ഞ വെയിനിലെയും പ്രശ്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കും. ആർട്ടറിയിലാകുമ്പോൾ നമുക്കറിയാം രക്തം ഒട്ടും കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഊണ്ടുണ്ടാകും, അത് പക്ഷേ വളരെ ഡീപ്പായിരിക്കും. അതുപോലെ തന്നെ കാല് ഈ ആർട്ടറിയിൽ രക്തം കിട്ടാതെ വരുന്ന അവസ്ഥയിലാണ് വേദനയൊക്കെ കൂടുതലുണ്ടാകുന്നത്. കാൽ ഉയർത്തി വയ്ക്കുമ്പോൾ വേദന ഉണ്ടാകും, താഴ്ത്തി വയ്ക്കുമ്പോൾ രോഗിക്കൊരു ആശ്വാസം കിട്ടും. അതേപോലെ ഈ ജീവനില്ലാത്ത അവസ്ഥ പോലെ രക്തോട്ടം കുറഞ്ഞ് പെയിലായിരിക്കും, വിളറിയിരിക്കുന്ന ഒരവസ്ഥ കാലിലൊക്കെ ആർട്ടറിയൽ ഡിസീസ് നമുക്ക് കാണാൻ കഴിയും. അതേസമയം വീനസ് അൾസേഴ്സ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ അശുദ്ധ രക്തം കെട്ടിക്കിടന്നിട്ട് അപ്പോൾ അവിടെയുള്ള ഈ ഹീമോസൈഡിൻ ഡെപ്പോസിഷനൊക്കെ ഉണ്ടായിട്ട് ഒരു കാലിന് മുട്ടിന് താഴോട്ട് പാദം വരെ ഒരു പുള്ളിക്കുത്ത് പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ നിറവ്യത്യാസം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ വെള്ളപ്പാണ്ടിലൊക്കെ പറയുന്ന പോലുള്ള വെളുത്ത പാച്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് വണ്ണം കുറഞ്ഞു വരുന്ന ലേറ്റസ്റ്റ് സ്റ്റേജിൽ വണ്ണം കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നീരൊക്കെ കെട്ടിക്കിടന്ന് കാലിൽ നീര് വെച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് രോഗികളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ വീനസ് അൾസറിൽ കുറച്ചുകൂടെ എക്സ്റ്റൻസ് ഫോമിലായിരിക്കും, അൾസർ കുറച്ചുകൂടെ വലിയ അൾസേഴ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ രക്തചംക്രമണ വ്യവസ്ഥയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നീടുള്ളത് ബ്ലഡ് സോഴ്സ് ആണ്. അത് നമുക്കറിയാം, കിടപ്പ് രോഗികളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബോണി പ്രോവിൻ്റെ ഏരിയയിലെല്ലാം കൂടുതൽ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഷർ സോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കൂട്ടിൽ പ്രത്യേകിച്ച് കാലിൻ്റെ വീഡിയോ ഇടുന്ന് ചെയ്യുന്നതുകൊണ്ട് കാലിലുണ്ടാകുന്ന അത്തരം അൾസേഴ്സിന് കാരണം ഈ പറഞ്ഞ പ്രഷർ കൊണ്ട് ആ ഭാഗത്ത് രക്തക്കുഴലുകൾക്ക് കുഞ്ഞു രക്തക്കുഴലുകൾക്ക് നാശം ഉണ്ടാകുകയും പിന്നീട് അത് ഇൻഫെക്റ്റഡ് ആവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലഡ് സോഴ്സ് ഉണ്ടാകുന്നത്. പിന്നീട് ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ടുള്ള പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അൾസേഴ്സാണ്. ഡയബറ്റിക് പേരിൽ തന്നെ പറയുന്നുണ്ട്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്. അപ്പോൾ ഇത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നെർവ്സിനെ ബാധിക്കും, ന്യൂറോപ്പതി ഉണ്ടാകും. ആ ഭാഗത്ത് സെൻസേഷനൊക്കെ അറിയത്തില്ല, രോഗിക്ക് കാലിൻ്റെ അടിഭാഗത്തൊക്കെ തൊടുന്നതും ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കാലക്രമത്തിൽ ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾക്ക് നാശം വരികയും ആ ഭാഗത്ത് മുറിവുകൾ ഉണ്ടാവുകയും കാലിൻ്റെ അടിഭാഗത്തൊക്കെ വ്രണങ്ങൾ ഉണ്ടാവുകയൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നീടൊക്കെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വിരൽ വരെയൊക്കെ മുറിച്ച് മാറ്റുന്ന രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ആയുർവേദത്തിലുള്ള ചികിത്സയെ പറ്റിയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നം മൂലമാണ് ഇങ്ങനെ കരിയാത്തൊരു വ്രണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ വ്രണങ്ങൾ ആൾറെഡി ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയുള്ള ചികിത്സകളാണ് വ്രണം കരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ബാക്ടീരിയ ഇൻഫെക്ഷൻ ആവാം,
അപ്പോൾ ആയുർവേദത്തിൽ പല രീതിയിലുള്ള കഷായങ്ങൾ പറയുന്നുണ്ട്. പഞ്ചവിധ കഷായ കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശോധന കഷായം എന്ന് പറയുന്നത് ഈ വ്രണങ്ങളെ വൃത്തിയാക്കുന്ന കഷായങ്ങൾ പറയുന്നുണ്ട്. രോപണം എന്ന വാക്കാണ് ഹീലിങ്ങിന് ആയുർവേദത്തിൽ സംസ്കൃതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രോപണ കഷായങ്ങൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് കഷായങ്ങൾ ഈ മുറിവിനെ കരിയിക്കുന്ന കഷായങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ആൾറെഡി ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് ഈ വ്രണത്തിൻ്റെ ചികിത്സയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ മുറിവ് കരിയുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൻ്റെ റിവേഴ്സൽ ആസ്പെക്ട്സ് വരുമ്പോഴാണ് വീണ്ടും വ്രണം ഉണ്ടാകാതിരിക്കാനും അല്ലെ വ്രണം ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ ഡിലേ ചെയ്യിക്കാനും വേണ്ടിയുള്ള നമ്മൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അപ്പം ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനോട് ചേർന്നുകൊണ്ടുള്ള ചികിത്സയാണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പം ആദ്യം പറഞ്ഞ വ്രണം കരിയിക്കുന്ന ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് 1-2 മെഡിസിൻ വേണമെങ്കിൽ പറയാം. ജാത്യാധികൃതം, ജാത്യാദി തൈലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന മെഡിസിൻസൊക്കെ പൊട്ടൻസി കൂടിയ മരുന്നുകളാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ കൃത്യമായി ലാബിൽ ടെസ്റ്റ് ചെയ്ത് മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പ്രത്യേകിച്ച് ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേഷനും ഔസറൻസി കഴിഞ്ഞ് ഇറങ്ങുന്ന ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം മരുന്നുകൾ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് കൃത്യമായി ലാബിലൂടെ പരിശോധനകൾക്ക് വിധേയമായ മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ രോഗികൾക്ക് ഈ മരുന്ന് പ്രയോഗിക്കുന്ന വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഉത്തരവാദിത്വം രോഗികൾക്ക് പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ ഇത് മുറിവ് കരിയിക്കാൻ വേണ്ടിയുള്ള ചികിത്സകളാണ്. ഇനി നമുക്ക് ഈ മുറിവ് കരിയാൻ സപ്പോർട്ടീവായിട്ട് എന്താണ് വേണ്ടതെന്ന് പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ വീനസ് അൾസേഴ്സ് ആണ്. അപ്പോൾ അതിന് വെരിക്കോസ് വെയിൻ ഒരു പ്രധാന കാരണമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്തുകൊണ്ടായിരിക്കാം ആ കുഞ്ഞു ബ്ലഡ് വെസൽസിന് നാശം ഉണ്ടായത്? ഇനി പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവണമെങ്കിൽ ആൻജിയോജെനിസിസ് എന്നാണ് പേര് പറയുന്നത്, മെഡിക്കൽ ടേം പറയുന്നത്. അതിനെ സപ്പോർട്ടീവായിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം? അപ്പോൾ എസ്പെഷ്യലി വെരിക്കോസ് വെയിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് വെരിക്കോസ് വെയിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള വെയിനിന് സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ള ആ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആർട്ടറി സംബന്ധമായ പ്രശ്നങ്ങൾ, ആർട്ടറിയിലെ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള ചികിത്സകളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മുറിവ് കരിയിക്കുന്ന പ്രധാനമായിട്ടുള്ള ചികിത്സകളും അതേപോലെ തന്നെ ഇത് വീണ്ടും വരാതിരിക്കാൻ റിവേഴ്സ് ചെയ്യുന്ന ചികിത്സാ രീതികളുമൊക്കെ ആയുർവേദത്തിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആൻജിയോജെനിസിസ് ഉണ്ടാക്കുക, പുതിയ ബ്ലഡ് വെസൽസ് ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം വെരിക്കോസ് വെയിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം രക്തമോഷം പോലുള്ള സ്ഥിരാവിധം എന്ന് പറഞ്ഞ ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ആർട്ടറി ബ്ലോക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന ജലൗകവചരണം പോലെ ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചികിത്സകളുടെ സപ്പോർട്ടോടെ അതോടൊപ്പം തന്നെ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വൂണ്ട് ഹീൽ ചെയ്യുക, ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ആവാതെ നോക്കുക. അപ്പോൾ ഈ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് തന്നെ ഒരു 4-5 സ്റ്റെപ്പായിട്ടുള്ള നേരത്തെ പറഞ്ഞ് ആൻജിയോജെനിസിസ് തരുന്നത്, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിക്കേഷൻസ്, അതേപോലെ ഗ്രാനുലേഷനെ സപ്പോർട്ട് ചെയ്യുക. ഈ വൂണ്ട് ഇൻഫെക്റ്റഡ് ആവാതെ ഇതിനെ ശുദ്ധി ചെയ്യുന്ന കഷായങ്ങൾ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ മരുന്ന് വെച്ചിട്ടുള്ള പിച്ചു എന്ന് ആയുർവേദത്തിൽ പറയും, പാക്കിങ്സ് ഉണ്ട്, മെഡിസിനൽ പാക്കിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ വ്രണവസ്തി എന്ന് പറയുന്ന ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സകളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളുണ്ട്, ഹീലിംഗ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത്തരം മെഡിസിൻസൊക്കെ ഗ്രാനുലേഷനെ സഹായിക്കുന്ന സപ്പോർട്ടീവായിട്ടുള്ള മരുന്ന് രീതികളുണ്ട്. അപ്പോൾ അത്തരം മരുന്നുകളുടെ പ്രയോഗവിധികളൊക്കെ ചെയ്യുക. വൺസ് ഈ വൂണ്ട് ഹീലായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിറം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള റീപിഗ്മെൻറ്റേഷന് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വീഡിയോയുടെ പറഞ്ഞിരുന്നു, പലപ്പോഴും 3rd സ്റ്റേജിലും 4th സ്റ്റേജിലും ഒക്കെയാണ് രോഗികൾ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ആൾറെഡി ലിഗമെൻസും മാംസപേശികളും ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ട്, എല്ലൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാകും. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഓസ്റ്റിയോമൈലിറ്റിസ് പോലുള്ള കണ്ടീഷൻസൊക്കെ രോഗികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഈ നമുക്കറിയാം നമ്മൾ ഓരോ റീഗ്രോത്ത് എന്നൊരു വാക്ക് പറയുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ഡയബറ്റിക് അൾസേഴ്സിലൊക്കെ ഇപ്പോൾ കാലൊക്കെ മുറിച്ച് മാറ്റുന്ന കാര്യം പറഞ്ഞു. അപ്പം സ്റ്റെം സെൽസ് കൂടുതലായിട്ട് ഉള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ നേരത്തെ പറഞ്ഞ ആൻജിയോജെനിസിസ് ആയാലും ഗ്രാനുലേഷൻ ആയാലും അതേപോലെ ഹീലിംഗ് ആയാലും റീപിഗ്മെൻറ്റേഷനൊക്കെ ആയാലും ചെയ്ത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്റ്റെം സെൽസിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റും. അത്തരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷേ ഇത് എല്ലാ കേസിലും പറ്റില്ല. കോംപ്ലിക്കേഷൻ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞു പോയ കേസുകളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് പരിമിതമായിരിക്കും. അപ്പോൾ ഇത്തരം ചികിത്സാ രീതികളൊക്കെയാണ് ആയുർവേദത്തിൽ ഈ പറഞ്ഞ ഉണങ്ങാത്ത വ്രണങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കാലിലുള്ള ഉണങ്ങാത്ത വ്രണങ്ങൾക്ക് വേണ്ടി ചെയ്തു വരുന്നത്. ഈ അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.